A+2 സ്വാഗതം. ഹിമാലയത്തിലെ അഘോരികളെക്കുറിച്ചിട്ടുള്ള ചില വിവരങ്ങൾ ശ്രീ സ്വാമി രാമ അദ്ദേഹത്തിൻ്റെ ഫിയർലെസ് ലിവിങ് അഥവാ നിർഭയ ജീവിതം എന്ന പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ചിട്ടുള്ള ചില വിവരങ്ങളാണ് ആ പുസ്തകത്തിൽ നിന്നും കടമെടുത്ത് ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ആത്മകഥാംശമുള്ള ഒരു പുസ്തകമാണ്. സ്വാമി രാമ ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഹിന്ദു സന്യാസിമാരിൽ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ നല്ലൊരു ഭാഗം ഹിമാലയത്തിലാണ് അദ്ദേഹം കഴിച്ചു കൂട്ടിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൽ ദ്രവ്യത്തിൻ്റെ അത്ഭുത പരിണാമം എന്ന് പറയുന്ന ഭാഗത്താണ് അദ്ദേഹം ഈ അഘോര മാർഗത്തെക്കുറിച്ച് വിവരിക്കുന്നത്. ഒരു സന്യാസിയെ പൂർണ്ണമായും പിന്തുടർന്നുകൊണ്ടാണ് അദ്ദേഹം ഈ അഘോര മാർഗത്തെക്കുറിച്ച് വിവരിക്കുന്നത്. അത് ഇങ്ങനെയാണ് തുടരുന്നത്. 1942 ഹിമാലയത്തിലെ പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ ബദരീനാഥിലേക്ക് ഞാനൊരു യാത്ര പുറപ്പെട്ടു. ഈ യാത്രാമധ്യയിലാണ് ശ്രീനഗർ എന്ന സ്ഥലം. ഗംഗാതീരത്തിന് സമീപമാണ് ശ്രീനഗർ. അവിടെ നിന്നും 5 മൈൽ അകലെ ഒരു ചെറിയ ദേവീക്ഷേത്രമുണ്ട്. അതിന് സമീപത്തായി ഒരു അഘോരി സന്യാസിയുടെ ഗുഹയുമുണ്ട്. സാഹിത്യത്തിലെ പരിധികളിൽ ഒതുങ്ങാത്തൊരു സമസ്യയാണ് അഘോര മാർഗം. ഇന്ത്യയിലെ യോഗികൾക്കും സന്യാസിമാർക്ക് പോലും ഇതിനെക്കുറിച്ച് പൂർണ്ണമായും അറിയില്ല. സൂര്യശാസ്ത്രം ഉൾപ്പെടുന്ന ഒരു അതീന്ദ്രിയ മാർഗമാണത്. രോഗവിമോചനത്തിനായി ഇത് ഉപയോഗിക്കുന്നു. പ്രാണശക്തിയേക്കാൾ സങ്കീർണവും മഹത്തരവുമായ ജീവിതശക്തികളെ അറിയാനും പഠിക്കാനുമാണ് ഈ ശാസ്ത്രം ഉപയോഗിക്കുന്നത്. ഇഹലോകവും പരലോകവും തമ്മിലുള്ള ഒരു പാലമാണിത്. അത്യപൂർവ സിദ്ധികളുള്ള യോഗികൾ മാത്രമേ അഘോര വിദ്യ അഭ്യസിക്കുന്നുള്ളൂ. മാർഗത്തിൻ്റെ വൈചിത്ര്യം കാരണം അവരെ ജനങ്ങൾ അകറ്റി നിർത്തുകയും ചെയ്യുന്നു. ശ്രീനഗറിലും പരിസരത്തുമുള്ള ഗ്രാമീണർ അഘോരി ബാബയെ ഭയത്തോടെയാണ് കണ്ടിരുന്നത്. ആരെങ്കിലും അടുത്തു ചെല്ലാൻ ശ്രമിച്ചാൽ അവരെ കല്ലുകൊണ്ട് എറിയുകയും മോശം വാക്കുകളാൽ ശകാരിക്കുകയും ചെയ്യുമായിരുന്നു. 75 വയസ്സ് പ്രായമുണ്ടായിരുന്നു. 6 അടിയിലേറെ ഉയരവും കരുത്തുറ്റ ശരീരവും നീണ്ട താടിയും മുടിയുമുണ്ടായിരുന്നു. ചണം കൊണ്ടുള്ള കൗപീനമാണ് അദ്ദേഹം ധരിച്ചിരുന്നത്. ചില ചാക്കുകളല്ലാതെ അദ്ദേഹത്തിൻ്റെ ഗുഹയിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തോടൊപ്പം ഒരു രാത്രി ചെലവഴിച്ചാൽ എന്തെങ്കിലും പഠിക്കാം എന്ന് കരുതിയാണ് ഞാൻ അദ്ദേഹത്തിനോടൊപ്പം കൂടിയത്. ഒരു പണ്ഡിതനോട് വഴികാട്ടിത്തരുവാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ അഘോരി ഒരു സിദ്ധനല്ല, അയാൾ വൃത്തിഹീനനായ മനുഷ്യനാണ്. നിങ്ങൾ അയാളെ കാണണമെന്നില്ല. എന്നാൽ എൻ്റെ ഗുരുനാഥനെയും എന്നെയും നന്നായി അറിയാമായിരുന്നതുകൊണ്ട് ബാബയുടെ സമീപത്തേക്ക് ആ പണ്ഡിതൻ എന്നെ കൊണ്ടുപോയി. ഇരുട്ടുന്നതിന് മുമ്പാണ് അദ്ദേഹത്തിൻ്റെ ഗുഹയ്ക്കരികിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നത്. ഗുഹയ്ക്കും മഹാനദിക്കും മധ്യേയുള്ള ഒരു പാറയിലാണ് ആ അഘോരി ബാബ ഇരുന്നിരുന്നത്. ഒപ്പമിരിക്കാൻ അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് പണ്ഡിതനോടായി പറഞ്ഞു, നിങ്ങൾ എൻ്റെ പിന്നിൽ നിന്ന് മോശമായി സംസാരിക്കുകയും നേരിൽ കാണുമ്പോൾ വന്ദിക്കുകയും ചെയ്യുന്നു. അതോടെ എന്നോടൊപ്പം വന്ന പണ്ഡിതൻ പോകാനൊരുങ്ങി. അപ്പോൾ അഘോരി ബാബ പറഞ്ഞു, നിൽക്കൂ, ആ നദിയിൽ നിന്ന് എനിക്കൊരു കുടം ജലം കൊണ്ടുവരൂ. എന്നോടൊപ്പം ഉണ്ടായ പണ്ഡിതൻ ഭയത്തോടെ ജലവുമായി വന്നപ്പോൾ ബാബ ഒരു കൈ മഴു കൊടുത്തിട്ട് പറഞ്ഞു, നദിയിൽ ഒരു ശവം ഒഴുകി നടക്കുന്നുണ്ട്, അത് തീരത്ത് അടുപ്പിക്കുക. അതിൻ്റെ തുടയിലെ അല്പം മാംസം മുറിച്ചെടുത്ത് എനിക്ക് കൊണ്ടുവരിക. ബാബയുടെ ഈ ആവശ്യം പണ്ഡിതനെ നടുക്കി. അദ്ദേഹം പേടിയോടെ എന്നെ നോക്കി. പക്ഷെ അത് നിഷേധിക്കാനുള്ള ധൈര്യം പണ്ഡിതനുണ്ടായിരുന്നില്ല. ബാബ പറഞ്ഞു, ഒന്നുകിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ കേൾക്കുക, അല്ലെങ്കിൽ നിങ്ങളെ കൊന്ന് ഞാൻ മാംസമെടുക്കും. ഏതാണ് നല്ലതെന്ന് തീരുമാനിക്കുക. എന്നോടൊപ്പമുള്ള പണ്ഡിതൻ ഭയന്ന് വിറച്ചുകൊണ്ട് മൃതശരീരത്തിനടുത്തെത്തി അത് മുറിച്ചു തുടങ്ങി. വെപ്രാളത്തിൽ തൻ്റെ 2 വിരലുകളും കൂടി അയാൾ മുറിച്ചു. മാംസവുമായി അദ്ദേഹം അഘോരി ബാബയുടെ സമീപമെത്തി. ഞങ്ങൾ 2 പേരും സമനില തെറ്റിയ അവസ്ഥയിലായിരുന്നു. പണ്ഡിതൻ അടുത്തെത്തിയപ്പോൾ അഘോരി ബാബ ആ മുറിവുണ്ടാക്കിയ വിരലുകളിൽ ഒന്നിൽ സ്പർശിച്ചു. പെട്ടെന്ന് തന്നെ അത് അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഒരു പാടുപോലും അവശേഷിച്ചിരുന്നില്ല.
ആ മാംസകഷണങ്ങൾ ഒരു പാത്രത്തിലിട്ട് അത് അടുപ്പിൽ വയ്ക്കുവാൻ ബാബ കൽപ്പിച്ചു. തീ കൊടുത്തുകൊണ്ട് അത് അടച്ചു വച്ചു. ഈ സന്യാസി വിശന്നിരിക്കുകയാണെന്ന് നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾക്കും വിശപ്പില്ലേ? ഞങ്ങൾ പറഞ്ഞു, ബാബ, ഞങ്ങൾ ഫുക്കുകളാണ്. ഇത് അദ്ദേഹത്തെ അലോസരപ്പെടുത്തി. ഞാൻ മാംസം കഴിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത് പോലെ ഞാൻ വൃത്തിഹീനനാണെന്ന് കരുതുന്നുവോ? ഞാനും ശുദ്ധ സസ്യഫുക്കാണ്. 10 നിമിഷങ്ങൾക്ക് ശേഷം പാത്രമെടുത്ത് കൊണ്ടുവരുവാൻ ബാബ പണ്ഡിതനോട് പറഞ്ഞു. ഈ വലിയ ഇലകൾ നിലത്ത് വിരിച്ചിട്ട് ഭക്ഷണം അതിൽ വിളമ്പുക. പണ്ഡിതൻ വിറയ്ക്കുന്ന കൈകളോട് അങ്ങനെ ചെയ്തു. ഗുഹയ്ക്കുള്ളിലേക്ക് പോയ ബാബ 3 കണിമൺ പാത്രങ്ങളുമായി വന്നു. അദ്ദേഹം പോയപ്പോൾ പണ്ഡിതൻ എന്നോട് പറഞ്ഞു, ഇത് ചെയ്യുവാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഇതുവരെ അഭ്യസിച്ചതിനും പഠിച്ചതിനുമൊക്കെ വിപരീതമാണിത്. ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. എന്താണ് നിങ്ങൾ എന്നോട് ചെയ്തത്? എന്തിനാണ് ഈ അഘോരി ബാബയുടെ അടുക്കലേക്ക് എന്നെ കൊണ്ടുവന്നത്? ഞാൻ പറഞ്ഞു, നിങ്ങൾ പേടിക്കാതിരിക്കൂ, നമുക്കിനി രക്ഷപ്പെടാനാവില്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഭക്ഷണം വിളമ്പാൻ ബാബ പണ്ഡിതനോട് കൽപ്പിച്ചു. അദ്ദേഹം പാത്രത്തിൻ്റെ മൂടിയൊന്ന് മാറ്റി. എൻ്റെ പാത്രത്തിലേക്ക് വിളമ്പിയത് രസഗുള എന്ന മധുര പലഹാരമായിരുന്നു. ഞങ്ങൾ അത്ഭുതപ്പെട്ടു. അവിശ്വസനീയം. വെണ്ണയും പഞ്ചസാരയും ചേർത്തുണ്ടാക്കിയ ഇത് എൻ്റെ പ്രിയ ഭക്ഷണമായിരുന്നു. ബാബയുടെ ഗുഹയിലേക്ക് നടക്കുന്ന അവസരത്തിൽ ഞാൻ യഥാർത്ഥത്തിൽ രസഗുളിയെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം എനിക്ക് വിചിത്രമായി അനുഭവപ്പെട്ടു. ബാബ ചോദിച്ചു, ഈ മധുരത്തിൽ മാംസമില്ലല്ലോ? ഞങ്ങൾ മധുരം കഴിച്ചു. അത് അത്യന്തം സ്വാദിഷ്ടമായിരുന്നു. ബാക്കി വന്ന മധുരം ഗ്രാമീണർക്ക് നൽകാനും തന്നു. ഇന്ദ്രജാലം പോലുള്ള സമ്മോഹന വിദ്യ കൊണ്ടല്ല ഞാനിത് സൃഷ്ടിച്ചത്, ബാബ പറഞ്ഞു. ഗുഹയിൽ നിന്നും 3 മൈൽ അകലെയുള്ള തൻ്റെ ഗ്രാമത്തിലേക്ക് ആ പണ്ഡിതൻ ഏകാഗിയായി യാത്രയായി. ഞാൻ അഘോരി ബാബയും ഒത്ത് 2 മണിക്കൂർ ധ്യാനിച്ചു. ഞങ്ങൾ ധാരാളം സംസാരിച്ചു. അഥർവ വേദത്തിലെ ഒരു മാർഗമാണ് അഘോരം. എന്നാൽ മനുഷ്യമാംസം കഴിക്കണമെന്ന് ഒരു ഗ്രന്ഥത്തിലും വായിച്ചിട്ടില്ല. ഞാനത് അദ്ദേഹത്തിനോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്തിനാണ് അതിനെ ശവമെന്ന് വിളിക്കുന്നത്? അത് മനുഷ്യനല്ലല്ലോ, ഉപയോഗമില്ലാത്ത ഒരു ദ്രവ്യരൂപം മാത്രമാണത്. നീ അതിനെ മനുഷ്യനുമായി ചേർത്ത് വെക്കുന്നു. ആ ശരീരം മറ്റാരും ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നു. പരീക്ഷണങ്ങൾ നടത്തുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ഞാൻ. ദ്രവ്യത്തിൻ്റെയും ഊർജത്തിൻ്റെയും അടിസ്ഥാന തത്വങ്ങളെയാണ് ഞാൻ പരീക്ഷണ വിധേയമാക്കുന്നത്. ഈ ഗുഹയിൽ എൻ്റെ 13ാമത്തെ വർഷമാണിത്. ഇതുവരെ എന്നെ കാണാൻ ആരും വന്നിട്ടില്ല. ഞാൻ ശവന്തീനിയാണെന്ന് ഇവിടുത്തെ ഗ്രാമീണർ കരുതുന്നു. അവർ എന്നെ കല്ല് വലിച്ചെറിയാൻ ശ്രമിക്കാറുണ്ട്. ഞാനും തിരിച്ചറിയാറുണ്ട്. എന്നാൽ ഞാൻ ആരെയും വേദനിപ്പിക്കാറില്ല. രാത്രി മുഴുവൻ ഞങ്ങൾ സംസാരിച്ചിരുന്നു. അഘോര മാർഗത്തെക്കുറിച്ചാണ് ബാബ സംസാരിച്ചത്. എങ്കിലും അദ്ദേഹത്തെ ജീവിതത്തെക്കുറിച്ചും ഇടയ്ക്ക് അദ്ദേഹം പറയാറുണ്ട്. ഒരു പാറക്കഷ്ണം പഞ്ചസാരയാക്കുന്നത് പോലെ അടുത്ത പ്രഭാതത്തിൽ ബാബ പല അത്ഭുതങ്ങളും എനിക്ക് കാട്ടിത്തന്നു. മണ്ണിൽ തൊടാൻ എന്നോട് പറഞ്ഞു. ഞാൻ തൊട്ടപ്പോൾ അവ ധാന്യവും കശുവണ്ടിയുമായി മാറി. ഈ ശാസ്ത്രത്തെക്കുറിച്ച് എനിക്ക് അറിയാമായിരുന്നു. എന്നാൽ പ്രസ്തുത കഥകൾ ഞാൻ വിശ്വസിച്ചിരുന്നില്ല. ഉച്ചയായപ്പോഴേക്കും എനിക്ക് പോകാൻ സമയമായി. എന്തെങ്കിലും കഴിച്ചിട്ട് പോകാൻ അഘോരി ബാബ എന്നോട് പറഞ്ഞു. ഇപ്രാവശ്യവും പാത്രത്തിൽ നിന്നും എടുത്തത് മറ്റൊരു തരം മധുരമായിരുന്നു. താന്ത്രിക ഗ്രന്ഥങ്ങളെക്കുറിച്ച് എപ്പോഴും സംസാരിച്ചിരുന്ന അദ്ദേഹം എന്നോട് മൃദുവായ രീതിയിലാണ് പെരുമാറിയത്. ഈ നിഗൂഢശാസ്ത്രം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പാണ്ഡിത്യമുള്ളവർക്ക് ഇത് പഠിക്കണമെന്ന് താല്പര്യമില്ല. അതിനാൽ സമീപ ഭാവിയിൽ ഈ അഘോരി ജ്ഞാനം കാലഹരണപ്പെട്ട് പോകാൻ സാധ്യതയുണ്ട്. ഞാൻ ചോദിച്ചു, എന്താണ് ഇതുകൊണ്ടുള്ള പ്രയോജനം? ബാബ പറഞ്ഞു, പ്രയോജനം എന്നതുകൊണ്ട് നീ എന്താണ് അർത്ഥമാക്കുന്നത്? ഇതൊരു ശാസ്ത്രമാണ്. ഈ അറിവ് നേടിയ ഒരു ശാസ്ത്രജ്ഞൻ ഇതിനെ രോഗവിമോചനത്തിനായി ഉപയോഗിക്കേണ്ടതാണ്. കൂടാതെ ദ്രവ്യത്തെ ഊർജമായും ഊർജത്തെ ദ്രവ്യമായും മാറ്റുവാൻ സാധിക്കുമെന്ന് മറ്റു ശാസ്ത്രജ്ഞരോട് പറയുകയും വേണം. ദ്രവ്യത്തെയും ഊർജത്തെയും ഭരിക്കുന്ന നിയമം ഒന്ന് തന്നെയാണ്. എല്ലാ നാമരൂപങ്ങൾക്കും ഉള്ളിലായി ഒരു മഹാതത്വമുണ്ട്. ആധുനിക ശാസ്ത്രജ്ഞന്മാർക്ക് അതിനെ പൂർണ്ണമായും മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടില്ല. ജീവിതത്തിൻ്റെ ഈ അടിസ്ഥാന തത്വത്തെയാണ് വേദാന്തവും മറ്റ് പ്രാചീന ശാസ്ത്രങ്ങളും വിശദീകരിക്കുന്നത്. ജീവിതോർജം ഒന്നേയുള്ളൂ. പ്രപഞ്ചത്തിൻ്റെ സകല നാമരൂപങ്ങളും ഏകമായ ആ ഊർജത്തിൻ്റെ ഭാഗങ്ങൾ മാത്രമാണ്. ദ്രവ്യത്തിൻ്റെ 2 രൂപങ്ങൾ തമ്മിലുള്ള ബന്ധം അറിയുക എളുപ്പമാണ്. കാരണം
അവയുടെ മൂലസ്രോതസ് ഒന്നു തന്നെയാണ്. ജലം കട്ടിയാകുമ്പോൾ അത് ഐസ് എന്നറിയപ്പെടുന്നു, തിളയ്ക്കുമ്പോൾ നീരാവിയാകുന്നു. ഒരു ദ്രവ്യത്തിൻ്റെ വിവിധ രൂപങ്ങളാണ് ഇവയെന്നും അവയുടെ ഘടനയിൽ അടിസ്ഥാന വ്യത്യാസങ്ങൾ ഇല്ലെന്നും കുട്ടികൾക്കും അറിയില്ല. അവ സ്വീകരിക്കുന്ന രൂപത്തിൽ മാത്രമാണ് വ്യത്യാസം. ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാർ കുട്ടികളെ പോലെയാണ്. എല്ലാ ദ്രവ്യത്തിൻ്റെയും പിന്നിലുള്ള ഐക്യത്തെയോ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റത്തിൻ്റെ തത്വത്തെയോ അവർക്കറിയില്ല. ബുദ്ധിപരമായി ഞാൻ ബാബയോട് യോജിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിത രീതി സ്വീകാര്യമായിരുന്നില്ല. പിന്നീട് സന്ദർശിക്കാമെന്ന് ഉറപ്പ് പറഞ്ഞ് ഞാൻ യാത്ര പറഞ്ഞു. പിന്നീട് അങ്ങനെ ഉണ്ടായില്ലെങ്കിലും ഭയത്തോടെ തൻ്റെ ഗ്രാമത്തിലേക്ക് പോയ ആ പണ്ഡിതനെക്കുറിച്ചും ഞാൻ ഇടയ്ക്ക് ചിന്തിച്ചു. ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ആകെ മാറിയിരുന്നു. ആ അഘോരി ബാബയെ പിന്തുടർന്ന് ശിഷ്യനാകുന്ന കാര്യം അദ്ദേഹം ആലോചിക്കുകയായിരുന്നു.